ഇവര് വരും വന്നു കഴിയുമ്പോ പ്രശ്നങ്ങളാണ് അവർ ഈ പറഞ്ഞ പോലെ ഒരു ന്യായം പറയും. ഇവര് വന്നിട്ടൊന്നും ഒരു കാര്യം ഇവര് പറയും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വേടിയ ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്ന കാരണം കേട്ട് കഴിഞ്ഞാണല്ലോ കൂട്ടിലും കൊടുക്കും. ഇവരിപ്പോ മോള് ചേച്ചി ഇന്നലെ എത്ര മണിയായപ്പോ ആന വന്ന്? എത്ര മണിയായപ്പോ? രാത്രി 2 മണിക്കാ? 2 മണിയായപ്പോ ഇവിടെ ഈ പട്ടികളുമായിട്ട് ഭയങ്കര പ്രശ്നമായി. അത് കുത്തിയിടാൻ നോക്കി, പട്ടികൾ സമ്മതിക്കാഞ്ഞപ്പം അത് അങ്ങോട്ട് പോയി, ആ പ്ലാവിൻ്റെ അവിടെയൊക്കെ പോയി. പിന്നെ ചക്കയൊക്കെ ചാടിച്ച് അതിൻ്റെ അങ്ങേ കുന്നേ പോയി. അവിടെ വയറ് നിറച്ച് റിട്ടേൺ പോകേണ്ട സമയത്ത് ഓർത്തതാണ് ഞാൻ ഈ ഒരു പണി തുടങ്ങിയത്. അത് മറിച്ചിടാൻ അന്ന് മറിച്ചിട്ടും പോവുകയും ചെയ്തു. അതിൻ്റെ പോയിട്ട് വയറ് നിറച്ച് വന്നിട്ടാണ് ഇത് റിട്ടേൺ പോകുന്ന സമയത്ത് വന്ന് ഇത് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട്. ശരി, പോയി തിരിച്ചു വന്നിട്ടാണ് പിന്നെ ചെയ്തത്. അവിടുന്ന് താഴെ ചക്കയൊക്കെ കഴിച്ച് ചക്ക കഴിച്ചിട്ടുണ്ട്. എല്ലാം ഫുള്ളായിട്ടാ പോകുന്നത്. പൊയ്ക്കൂടായിരുന്നോ? അത് വരണ്ട. ഏതായാലും വീട്ടിലേക്ക് എത്തിയില്ലല്ലോ. നിങ്ങൾ ഡോറ് തുറന്നു നോക്കിയായിരുന്നോ? ജനലിൽ കൂടെ കാണാൻ ലൈറ്റ് ഉണ്ടല്ലോ പുറമെ, എല്ലാം ഇവിടെ ലൈറ്റാ, ഫുള്ള് ലൈറ്റ് ഇട്ട് വെക്കും. ഒക്കെ പറയും ലൈറ്റ് ഇട്ടാ വരൂലെന്ന്. ഒക്കെ വെറുതെ ലൈറ്റ് ഇട്ടിട്ടും ആന വരുന്നുണ്ട്. ഇന്നാൾ നേരത്തെ വന്നായിരുന്നു. ഇവർ 2-3 പ്രാവശ്യം ഇങ്ങനെ വരുന്നു. ഞാൻ എൻ്റെ അമ്മയോടൊക്കെ പറയും എവിടെ വേണമെങ്കിൽ പോയി, എന്ത് ഈ മുറ്റത്ത് വരാതിരുന്നു എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ. നമ്മളിവിടെ കിടക്കുകയല്ലേ, ഈ ജനലിൻ്റെ വാക്കിനെ കാണാം, ലൈറ്റും ഉണ്ട്, വരുന്ന എല്ലാം കാണാം, ഫോട്ടോ എടുക്കാൻ. അപ്പൊ ആന വന്ന് ജീപ്പ് മറിച്ചിട്ടു. വേറെ ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ പ്ലാവയിലൊക്കെ അങ്ങനെ ചക്ക പറിച്ചില്ല, എല്ലാം തീർന്നു. ഞങ്ങള് ഇവിടെ വന്നിട്ട് ആന ജീപ്പ് മറിച്ചിട്ടു. ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിമാരും ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ ഈ ജീപ്പാണ് മറിച്ചിട്ടത്. ജീപ്പ് മറിച്ചിട്ട് മുറ്റത്തൊക്കെ കണ്ടില്ല. ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാവരും വന്നു പോയി. ഇപ്പം ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ടായിരുന്നോ? അല്ലേ? ഇല്ല, ഞാൻ വീഡിയോ എടുക്കുക ആണല്ലേ. എന്താ പറയാനുണ്ടോ? വേറെ എന്തേലും? ഒന്നും പറയാനില്ല. അതന്നെ, ആരെടുത്തുന്ന നടപടി കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയില് വർഷങ്ങളായിട്ടുള്ള പ്രതീക്ഷയാണല്ലോ. ഇനിയും ആ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. നടപടി എപ്പോഴും ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് പറയുന്നത്. നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ജീപ്പാണ് മറിച്ചിട്ടത്. ഇതിപ്പോൾ ആൾക്കാർ വന്ന് നിർത്തി വെച്ചതാണ്. ഇവിടെയൊക്കെ എന്ത് ഡീസലോ ഒക്കെ വീണിട്ട് നല്ല സ്മെല്ലാണ്. ജീപ്പിന് വല്ലാതെ പരിക്കൊന്നും പറ്റില്ല, പക്ഷെ നല്ല ഡീസലൊക്കെ പോയിട്ടുണ്ട്. എന്തോ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ആന വന്നിട്ട് ചെയ്ത്താണ് ഇതൊക്കെ. ഇപ്പം അതാണ് അവസ്ഥ. ഇതിൻ്റെ മിററൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവസ്ഥ ഇരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ കക്കാടംപൊയിൽ, കൂടരഞ്ഞി പഞ്ചായത്തിൽ കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ സ്ഥലം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ്. ഞാനിവിടെ മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ പ്രസിഡൻറ്റും സെക്രട്ടറിമാരെല്ലാവരും കൂടെ വന്നിട്ട് നോക്കിയതാണ്. അപ്പം ഇത് കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് വണ്ടീൻ്റെ നമ്പർ. വണ്ടി ഇതാണ് കിടക്കുന്നത്. ഇപ്പം ഞങ്ങളെ പ്രസിഡൻ്റാണ്, മണ്ഡലം പ്രസിഡൻ്റാണ് കേട്ടോ.